ചുറ്റും അന്ധകാരം, അന്ധകാരത്തുള്ള ഈ പ്രകാശം, അന്ധകാരത്തിൽ അനേക ശബ്ദങ്ങൾ, ശരീരവും വിറകുകളും ഒക്കെ കരിയുന്ന മണം. ശങ്കരൻ്റെ കൃതികൾ പലതും ആഴത്തി മനനം ചെയ്താൽ പലപ്പോഴും നമുക്കവിടെ കാമത്തെ കാണാം വ്യക്തമായിട്ട്. തന്ത്രത്തിൽ ഇതിനൊന്നും മോശപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല. രതിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സന്യാസിയുടെ ശരീരം അശുദ്ധമാവുമോ? ഹരി ഓം, നമസ്കാരം. ഏവർക്കും വിശ്വഗുരു ദ കോസ്മിക് വിസ്ഡം ഹബിലേക്ക് സ്വാഗതം. ഭാരതം ഒരു അത്ഭുത ദേശം തന്നെയല്ലേ? എത്രയോ നൂറ്റാണ്ടുകളിലായി എത്രയോ മഹാഗുരുക്കന്മാർ നമുക്കിടയിൽ അവതരിച്ചിരിക്കുന്നു. അവർ പകർന്നു നൽകിയ അറിവും വിജ്ഞാനവും ഇന്നും പ്രകാശമായി നിന്ന് നമുക്ക് വഴി കാണിക്കുന്നു. എന്നാൽ നമ്മൾ അവരെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏവർക്കും വിശ്വഗുരു ആനന്ദ് അഘോരി മഹാരാജും മൊത്തമുള്ള ഇന്റർവ്യൂ സെഷനിലേക്ക് സ്വാഗതം. മഹാരാജ്, നേരത്തെ നമ്മൾ പോണിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷേ ഈ സാധനയുടെ അകത്ത് ഏറ്റവും കൂടുതൽ ഒരു സാധകൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് കാമം അല്ലെങ്കിൽ ലസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് ഒരാൾക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുക? അഘോരി കാമത്തിനോ ക്രോധത്തിനോ ലോഭത്തിനോ മോഹത്തിനോ ഒന്നും എതിരല്ല. ഭയം, അഘോരിക്ക് ഭയമില്ലാത്ത കൊണ്ടല്ല, പക്ഷേ ഭയം നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ഒരു അതിശക്തമായ വികാരമാണ്, അല്ലേ? അതുപോലെ അതിശക്തമായ വേറൊരു വികാരമാണ് ഈ കാമം. ഇതെവിടെ നിന്നാണ് ഉയർത്തുകൊള്ളുന്നത്? മനസ്സിൽ നിന്നല്ലേ? ആ മനസ്സിന് സാക്ഷിയാവണ്ടേ? അഘോരി എന്തിനാണ് ശ്മശാനത്തിൽ പോയിരിക്കുന്നത്? ആ ഭയത്തെ വ്യക്തമായിട്ട് കാണുവാനാണ്. മുറിക്കകത്ത് എയർ കണ്ടീഷൻ ഇട്ടിരുന്നാൽ ആ ഭയത്തെ കാണാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആ ശ്മശാനത്തിൻ്റെ അന്തരീക്ഷം, സകല സ്ഥലത്തും പുക, ശരീരവും വിറകുകളും ഒക്കെ കരിയുന്ന മണം, ആ അനേകം ചിതകൾ ആളിക്കത്തുന്നു, ഇരുണ്ട സമയം, അല്ലേ? വേറെ ലൈറ്റുകളൊന്നുമില്ലേ, ചിതയുടെ അഗ്നി മാത്രം. ആ ചിതാഗ്നി അഘോരാഗ്നിയാക്കി അവൻ മാറ്റുക ചെയ്യുന്നത്. അവൻ്റെ മനസ്സിനെ ജ്വലിപ്പിക്കുക അവൻ ചെയ്യുന്നത്. അവിടെയോ ചുറ്റും അന്ധകാരം, അന്ധകാരത്തുള്ള ഈ പ്രകാശം, അന്ധകാരത്തിൽ അനേക ശബ്ദങ്ങൾ. അവൻ്റെ ഉള്ളിൽ ഹാർട്ടിടിപ്പ് തന്നെ അവൻ കേട്ടു തുടങ്ങും, ഇല്ലേ? അവൻ്റെ ശരീരത്തിലെ ഓരോ ചലനങ്ങളും അവൻ ശ്രദ്ധിച്ചു തുടങ്ങും. അതിനുള്ളിൽ അകത്തുനിന്ന് മൂലാധാരത്തിൽ ഉണർന്നു എഴുന്നേറ്റ് വരുന്ന അതിഭയാനകമായ ഭയം, അതിനെ അവൻ കണ്ടു തുടങ്ങും. ഇതുപോലെ തന്നെ അവൻ കാമത്തിനെയും കാണും. ആ കാളി ഉണർത്തിരുന്നേക്കണം, അവനിലെ കാമം, ഓരോ രോമകുമ്പും കാമം കൊണ്ട് വിഭ്രംശിക്കുന്നത്, ഇതൊക്കെ അവൻ കാണും. എന്തിനെയാണോ അതവൻ കണ്ട് അതിനെ ഉൾക്കൊണ്ടാൽ അതവന് വശമാകും. കാമത്തെ കാണാത്തത് കൊണ്ടാണ്, അനുഭവിക്കാത്തത് കൊണ്ടാണ്, ഭയത്തെ കാണാത്തത് കൊണ്ടാണ്, ആഴത്തിൽ അനുഭവിക്കാത്തത് കൊണ്ട് മാത്രം അതിനെ വശമാക്കാൻ പറ്റാത്തത്. അല്ല, ഇതൊന്നും വിരോധമുള്ള കാര്യങ്ങളല്ല. കാമം ശക്തിയല്ലേ? പുതിയൊരു പ്രജയ്ക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയുള്ള നമ്മളുടെ പ്രകൃതി ശക്തിയല്ലേ ഇത്? പ്രകൃതി നമ്മൾ എത്തിച്ചിരിക്കുന്നത്. പ്രകൃതി മോശമാവുമോ? മോശപ്പെട്ട കാര്യമാവുമോ? പക്ഷേ അതിനെ ഉപയോഗിക്കാനുള്ള നമ്മുടെ മനസ്സിന് വൈകല്യം ബാധിച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ വൈകല്യം കൊണ്ടാണ് ഇത് മോശമായിട്ട് കാണുന്നത്. അപ്പം അതിനെ വശത്താക്കാനുള്ള വിദ്യകളൊക്കെ ഒരു പറഞ്ഞുതരാം. അതാണല്ലോ തന്ത്രം. ഈ മനസ്സിൻ്റെ ശക്തികളെ വശത്താക്കാനുള്ള വിദ്യയാണല്ലോ തന്ത്രശാസ്ത്രം. റാം. അങ്ങനെയാണെങ്കിൽ ഈ ആദി ശങ്കരാചാര്യരുടെ താന്ത്രിക പാർട്ടിന്, അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ വേദികമായിട്ടുള്ള ഭാഗത്തെ കേരളം അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങയുടെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു താന്ത്രിക് ആ ഒരു നേച്ചറിന് കേരളം വേണ്ട രീതിയിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടായിരിക്കാം? പൊതുവേ ജ്ഞാനികളാണ് ശങ്കരനെ ചുവന്നുകൊണ്ട് നടക്കുന്നത്, അല്ലേ? സമ്പൂർണ്ണ ശങ്കരനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. സൗന്ദര്യലഹരിയൊക്കെ ആഴത്തിൽ മനനം ചെയ്താൽ, ശങ്കരൻ്റെ കൃതികൾ പലതും ആഴത്തിൽ മനനം ചെയ്താൽ പലപ്പോഴും നമുക്കവിടെ കാമത്തെ കാണാം വ്യക്തമായിട്ട്. വർണ്ണനകളിൽ പലതും കാമത്തിൻ്റെ, പക്ഷേ അത് ഡിവൈൻ കാമമാണ്. ആ ഈശ്വരനെ അടുക്കുന്നൊരു ഈശ്വരനെ കടിച്ചു തിന്നാൻ തോന്നും. ഇതല്ലേ കാമുകന് കാമുകിയോടും കാമുകിക്ക് കാമുകനും തോന്നാറുള്ളത്. തന്ത്രത്തിൽ ഇതിനൊന്നും മോശപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല, അങ്ങനെ മനസ്സിലാക്കണം. ശിവനെ നമ്മൾ പ്രേമിച്ചുവിടുമ്പോൾ ശിവനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശിവനെ എടുത്ത് വിഴുങ്ങാൻ തോന്നും. ശിവനെ വിഴുങ്ങാൻ നമുക്കാവോ എന്ന് പറഞ്ഞ പോലെ പതിയെ തന്ത്രത്തിൻ്റെ മണ്ഡലങ്ങളിൽ കടന്നു കഴിയുമ്പോൾ ഈ സർവ്വം നിൽക്കുന്ന ഈ കാളീശക്തി, പരമശക്തി, ഈ മനസ്സിൻ്റെ വിശാലമായ ശക്തി നമ്മളെടുത്ത് വിഴുങ്ങളയും. ശങ്കരൻ അതിൻ്റെ ആഴങ്ങളിൽ കിടന്ന മഹാത്മാവല്ലേ? ജ്ഞാനത്തെ എടുത്തു വെക്കാൻ കൊള്ളാം, ബാലകൃഷ്ണനെ കൊള്ളാം, പക്ഷേ യുവാവായ കൃഷ്ണൻ അപകടകാരിയല്ലേ?
രാസലീലയെ കാണിക്കുന്ന കൃഷ്ണൻ കൊട്ടും പാട്ടുമൊക്കെ കൊള്ളാം. ഗുജറാത്തിലൊക്കെ വളരെ വളരെ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടെന്ന കാര്യമാണ്. അതൊക്കെ കൊള്ളാം. പക്ഷേ കാര്യത്തോടെടുത്താൽ എടുക്കുമ്പോൾ അങ്ങേക്ക് പുളിയുണ്ടാവും എന്ന് പറയുന്ന പോലെ ഇതിനെ അങ്ങോട്ട് അംഗീകരിക്കാനുള്ള പക്വത നമ്മുടെ സമൂഹത്തിനില്ല. അപ്പം അതുകൊണ്ട് ആ ഭാഗം കൊണ്ട് മാറ്റി വെക്കും. അപ്പോൾ കഥകൾ വരും, ശങ്കരൻ വേറൊരു ശരീരത്തിലൂടെ പോയി രതിയെ അനുഭവിച്ചെന്നും തിരിച്ചു വന്നു. എന്താ ശങ്കരൻ്റെ ശരീരം മോശമായിരുന്നോ? അല്ല, അത് അതുകൊണ്ട് ആത്മാവിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇത്തരം ജ്ഞാന ചർച്ചയൊന്നും ഉണ്ടാവാറില്ല. എന്ത് രതിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സന്യാസിയുടെ ശരീരം അശുദ്ധമാവുമോ? അല്ലെ ശരീരത്തിൽ ശുദ്ധമാണോ? പലവിധ വിഷങ്ങളും പലവിധ പ്രശ്നങ്ങളും പലവിധ കാര്യങ്ങളും പേറിക്കൊണ്ടിരിക്കുന്ന ശരീരം ശുദ്ധമാണോ? ഇത് പ്രകൃതിയിലായതുകൊണ്ട് ഇത് അശുദ്ധമാണോ? ഇതൊക്കെ ഓരോ കാഴ്ചപ്പാടുകളിൽ കൂടെ നമ്മൾ കാണുന്നില്ലേ. ഈ ശുദ്ധം, ഇത് അശുദ്ധം. ഈ ശുദ്ധവും അശുദ്ധവും അദ്വൈത വേദാന്തത്തിലുണ്ടോ? അതുകൊണ്ട് ആ അഘോരി പ്രാക്ടിക്കൽ അദ്വൈത വേദാന്തിയാന്ന് പറയുന്നത്. ഈ ശുദ്ധാശുദ്ധങ്ങളൊക്കെ മനസ്സിലല്ലേ. അപ്പോൾ ഇത് ചെയ്താൽ മോശം, ഇത് ചെയ്താൽ നല്ലത്. മാംസാഹാരം ഭക്ഷിച്ചാൽ മോശം, സസ്യാഹാരം കഴിച്ചാൽ കൊള്ളാം. ഇതൊക്കെ നമ്മുടെ ധാരണകളല്ലേ. ശരിയാ, മാംസാഹാരത്തിൻ്റെ ദോഷങ്ങളും സസ്യാഹാരത്തിൻ്റെ ഗുണങ്ങളും ഉണ്ട്. ഞാൻ ഒന്നിനെ എതിർക്കുന്നില്ല, ഒരു വൈദ്യനാണല്ലോ ഞാൻ. അപ്പോൾ വൈദ്യം നമുക്കിതൊന്നും വിരോധമില്ല. എന്തും യുക്തിക്കനുസരിച്ച് ഉപയോഗിക്കുമോ അത് ഔഷധമാണ്. യുക്തിക്കനുസരിച്ച് യുക്തിപൂർവ്വം കാമത്തെയോ ക്രോധത്തെയോ ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അഘോരി ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരു കെമിസ്റ്റാണ്, ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു റിസർച്ചറാണ്. ഇതൊക്കെ അഘോരി. അത് നിങ്ങൾക്കത് മനസ്സിലാവാത്തതുകൊണ്ടല്ലേ. നിങ്ങളെ സംബന്ധിച്ച് താടിയും ജടയും കപാലധാരിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഭ്രാന്തൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ദൃഷ്ടിയിൽ അങ്ങനെയാണ്, ആയിക്കോട്ടെ. നിങ്ങൾക്കറിയണമെന്നുണ്ട് എന്താണ് ഈ മേഖല, ഈ മണ്ഡലം എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ, ഒന്ന് അടുത്തിരുന്ന് നോക്കൂ, ഒന്ന് സംവദിക്കൂ, ഒന്ന് കൂടെ 1-2 ദിവസം നിന്ന് നോക്ക്. എന്നല്ലേ അറിയാൻ പറ്റുമോ? അല്ലാതെ ശങ്കരനെ എങ്ങനെ അറിയാൻ പറ്റും? ശങ്കരൻ്റെ ഗ്രന്ഥം വായിച്ച ശങ്കരനെ അറിയാൻ പറ്റുമോ? അനുഭവിക്കാൻ പറ്റുമോ? അതിലൂടെ ഞാൻ എൻ്റെ ഐഡിയോളജിയെ അല്ലേ അതിലൂടെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനമാർഗ്ഗങ്ങൾ ശങ്കരൻ്റെ പകുതി അംഗീകരിച്ചു. ഏത്? ശങ്കരൻ്റെ ജ്ഞാനമാർഗത്തെ, യോഗത്തെ. ശങ്കരൻ തന്ത്രത്തെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. വേറെ ഒത്തിരി കഥകൾ കാണുമായിരിക്കേ. അഘോരികൾ പറയാറുണ്ട് പല കഥകളും ശങ്കരനെ പറ്റിയും. ഞാനെല്ലാം ഒന്നും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ആ ഭാഗം ആർക്കും അറിയില്ല. കാശി നടന്നല്ലേ, കാശിയിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം അറിയാതെ ഒരിക്കലും പൂർണ്ണ താന്ത്രികനാവാൻ സാധിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ വശത്തെ മനഃപൂർവ്വം ജ്ഞാനികൾ അമർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ശങ്കരൻ്റെ പ്രതിച്ഛായയ്ക്ക് ഭംഗം തട്ടും എന്നുള്ള ഭയം. കൂടാതെ ശങ്കരനെ സമ്പൂർണ്ണമായിട്ട് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. എങ്ങനെയാണോ കൃഷ്ണനെ അംഗീകരിക്കാൻ മറ്റു സൈഡ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ, അതുപോലെ ശങ്കരൻ്റെ തന്ത്രത്തെ അംഗീകരിക്കാനും ബുദ്ധിമുട്ട്. ശങ്കരൻ ഉദ്ദേശിക്കുന്നുമില്ലല്ലോ, ശങ്കരൻ ആർക്കും വേണ്ടിയല്ലോ. പറയേണ്ട അദ്ദേഹത്തിൻ്റെ ധർമ്മമായിരുന്നു. ആ ധർമ്മം ആ മഹാത്മാവ് ചെയ്തു തന്നു. നമുക്കിന്നുള്ള അറിവുകളൊക്കെ ശങ്കരനെ ഉത്ഭവിച്ചതായിട്ട് കാണാം അല്ലേ. ശങ്കരൻ അതിൻ്റെ എല്ലാം ഒരു കോമ്പിലേറ്ററാണ്. ശങ്കരൻ അദ്വൈത വേദാന്തമൊന്നും സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. അത് അനാദിയായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അജാതവാദവും എല്ലാ വാദങ്ങളും ഉണ്ട്. പക്ഷെ അദ്വൈതം വന്ന് ഇതെല്ലാം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്വൈതം എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടില്ലാത്തത്. ഒന്നാണെന്ന് പറഞ്ഞില്ലല്ലോ, ഒന്നുമില്ലെന്നും പറഞ്ഞില്ലല്ലോ, അദ്വൈതം. അപ്പോൾ അഘോരി എൻ്റെ പ്രാക്ടിക്കലായിട്ട് അതിനെ അനുവർത്തിക്കുന്ന മാർഗം തന്നെയാണ്. അദ്വൈത വേദാന്തത്തിൻ്റെ പ്രാക്ടിക്കൽ അനുവർത്തനമാണ് അഘോരി ചെയ്യുന്നത്. മഹാരാജ്, ഈ സ്ത്രീക്കും പുരുഷനും അവർ രണ്ടുപേരെയും മാനേജ് ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ രണ്ടുപേരും അറിഞ്ഞിരിക്കേണ്ട മാനേജ്മെൻറ്റ് ടെക്നിക്കിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പുരുഷ രൂപത്തിലുള്ള പുരുഷൻ്റെ ആഗ്രഹം ശാന്തിയാണ്. അതിന് സൈക്കോളജി എങ്ങനെയാണ്? പുരുഷ രൂപത്തിലുള്ള പുരുഷൻ്റെ കാര്യം ഞാൻ പറയണം. അവന് വേണ്ട വേറൊന്നുമല്ല, ശാന്തി വേണം. ആ ശാന്ത സ്വരൂപത്തെ അറിയണം. അങ്ങനെ ഒരു നേച്ചറായിരിക്കും അവനുണ്ടാവുക. സ്ത്രീ രൂപത്തിലിരിക്കുന്ന സ്ത്രീയുടെ സ്വരൂപവും പ്രേമമാണ്. അവൾക്ക് വേണ്ട എന്താ? അവളോട് ചോദിച്ചു നോക്കാം. ശരിക്കും സ്ത്രീയോട് ചോദിച്ചാൽ എന്താ വേണ്ടത്? ശാന്തി വേണോ പ്രേമം വേണമെന്ന് ചോദിച്ചാൽ അവളെ ചൂസ് ചെയ്യും. താൻ തന്നെ പറയൂ, പ്രേമം ചൂസ് ചെയ്യും. കാരണം അവൾക്ക് അമ്മയാവാനാണ്. അവൾ അമ്മയാണ് അടിസ്ഥാനപരമായിട്ട്. അവനോ ശാന്തസ്വരൂപനാണ്, അച്ഛനും. ഇതാ സ്വരൂപമാണ്. ഇതാ അടിസ്ഥാനം മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ സ്ത്രീ പുരുഷന്മാരുടെ പ്രവൃത്തി. പക്ഷേ സമൂഹത്തിൽ നിന്ന് പല സ്ത്രീകളും പുരുഷന്മാരാണ്, പല പുരുഷന്മാരും സ്ത്രീകളോ നപുംസകങ്ങളോ ആയി മാറിയിരിക്കുന്നു. ഇത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇതിൻ്റെ
ഏറ്റക്കുറിച്ചിലനുസരിച്ച് ആയിരിക്കും ഓരോരുത്തർ സൈക്കോളജി ഫങ്ഷൻ ചെയ്യുക അല്ലേ. ഈ സത്വ രജസ് തമസ് എന്നൊക്കെയാണ് പ്രാചീനത്തിൽ പറയുക. ആ വാക്കുകളും അതിൻ്റെ ഫങ്ഷനും ഒക്കെ മനസ്സിലാക്കി സിസ്റ്റമാറ്റിക് നമുക്കൊരു സ്റ്റഡി ഉണ്ട്, ഒരു പഠനമുണ്ട്. ആയുർവേദമൊക്കെ ഇതിനെ ആധാരമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അത് നടത്തിയാൽ ഓരോരുത്തരും സൈക്കോളജി മനസ്സിലാവാൻ തുടങ്ങും. കൂടാതെ പ്രത്യക്ഷമായിട്ട് നമ്മൾ കണ്ടനുഭവിക്കും. ദർശനത്തിലൂടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണം ഇന്ന മാനസികാവസ്ഥയാണ്, ഇന്ന സ്ഥിതിയാണ്. അതനുസരിച്ചായിരിക്കും ശരീരത്തിൻ്റെ അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ആ വൈദ്യന്മാർ ഒറ്റ നോട്ടത്തിൽ അറിയാമെന്ന് പറയും. ദർശനം, അത് കഴിഞ്ഞ് നാഡിയാദി കാര്യങ്ങളൊക്കെ പിടിച്ചുറപ്പിക്കാൻ വേണമെങ്കിൽ സ്പർശനം, ചൂടും തണുപ്പൊക്കെ ശ്രദ്ധിച്ച് നോക്കാം. പിന്നെ ചോദ്യം ചോദിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉറപ്പിച്ച ചികിത്സകളൊക്കെ ദർശനം, സ്പർശനം, പ്രശ്നം. ഇതാണ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് എന്ന് പറയുക. പഴയ കാലത്ത് ഇന്നിപ്പോൾ ടെസ്റ്റ് ഇതൊക്കെയാണല്ലോ. പണ്ട് അങ്ങനെയല്ല, നേരിട്ടറിയണം. അപ്പം നേരിട്ട് നമുക്ക് കണ്ടറിയണം സ്ത്രീ പുരുഷൻ ഈ രണ്ടായിരിക്കുന്നത് ഒന്നേ തന്നെ. ഒരു മനസ്സല്ലേ സ്ത്രീയായും അതേ മനസ്സ് തന്നെയാണ് പുരുഷനുമായിരിക്കുന്നത്. രണ്ട് നാഡികളിൽ ഏതിനാണ് പ്രാധാന്യം? അത് നമ്മൾ പറയും ഇടാനാടിക്ക് പ്രാധാന്യം ഉണ്ടാവും സ്ത്രീ, പിങ്കളാനാടിക്ക് പ്രാധാന്യമുള്ളതും പുരുഷൻ. ഈ രണ്ടും രണ്ടല്ലോ. നിന്നിലും സ്ത്രീയും പുരുഷനുമുണ്ട്, എന്നിലും സ്ത്രീയും പുരുഷനുമുണ്ട്. സാക്ഷിയാകുമ്പോൾ ഇതിനെ വ്യക്തമായിട്ട് കണ്ടു തുടങ്ങും. എന്നിലെ സ്ത്രീയെയും എന്നിലെ പുരുഷനെയും കണ്ടു തുടങ്ങും. എന്നിലെ പുരുഷൻ എന്ത് കൊതിക്കുന്നു? ശാന്തി. എന്നിലെ സ്ത്രീ എന്ത് കൊതിക്കുന്നു? പ്രേമം. അപ്പോൾ അതനുസരിച്ച് മറ്റുള്ളവരിലുള്ള റേഷ്യോ അറിഞ്ഞ് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്, ഇങ്ങനെയൊക്കെ മനസ്സിലാവും. ഈ വഴി അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ പതിയെ മനസ്സിലാവും. ഒന്നും എല്ലാം മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ വരുന്നത്, അങ്ങനെ നടന്നോളുക, പതിയെ മനസ്സിലാവും. രസകരമായത് മനഃശാസ്ത്രമാണല്ലോ അധ്യാത്മശാസ്ത്രം തൊട്ട് താഴെ നിൽക്കുന്നത്. ഇനി ഒരു സയൻസായിട്ട് പോലും മുമ്പ് അംഗീകരിച്ചിരുന്നല്ലോ, ഇപ്പോൾ അല്ലേ അംഗീകരിക്കുന്നത്. സ്യൂഡോ സയൻസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ സയൻസായിട്ട് അംഗീകരിച്ചെന്ന് തോന്നുന്നു. പക്ഷേ മനഃശാസ്ത്രമാണ്. ഗീതയിലാണെങ്കിലും പഠിപ്പിക്കുന്നത്. അധ്യാത്മശാസ്ത്രം വളരെ സൂക്ഷ്മമായിട്ട് അവിടെ ഇവിടെയും തൊടിയിക്കാനേ പറ്റുള്ളൂ. പക്ഷെ മനഃശാസ്ത്രമോ ബാക്കിയല്ല, മനസ്സിലല്ലേ പ്രപഞ്ചം മുഴുവൻ നടന്നിരിക്കുന്നത്. എൻ്റെ കേന്ദ്രമാണ് അധ്യാത്മം. കേന്ദ്രത്തെപ്പറ്റിയുള്ള അറിവാണ് അധ്യാത്മം. അതായത് എന്നെപ്പറ്റിയുള്ള അറിവാണ് അധ്യാത്മം. ബാക്കിയൊക്കെ മനഃശാസ്ത്രമാണ്. ലോകം മുഴുവൻ മനഃശാസ്ത്രമല്ല നിൽക്കുന്നത്. അങ്ങ് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങേക്ക് ആരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന്. എന്തുകൊണ്ടാണ്? അങ്ങ് ആരെയും പറ്റിച്ചിട്ടുണ്ടോ? ഞാൻ ഒത്തിരി പേര് പറ്റിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം എനിക്ക് ആരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പം നമുക്കൊരു കാര്യം, കൊച്ചിന് ഒരു ഗുളിക കൊടുക്കണം. കൊച്ച് ഗുളിക കഴിക്കില്ല. എന്ത് ചെയ്യും? ഒരു മിഠായിക്കകത്തേക്ക് ഗുളിക വെച്ചിട്ട് നമ്മൾ കൊടുക്കും. ചോക്ലേറ്റിനകത്ത് വെച്ചിട്ട് കൊച്ചിന് കൊടുക്കും. കൊച്ച് ചോക്ലേറ്റ് കഴിക്കും. മിഠായി ഗുളികയുടെ ഗുണം കിട്ടും. വൈദ്യന്മാരെങ്ങനെ പറ്റിക്കും? പല സമയത്തും പറ്റിച്ചിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ അല്ലേ. എല്ലാ കാര്യം നേരെ പറഞ്ഞാൽ എല്ലാം ലോജിക്കലൊന്നും മനസ്സിലാവില്ല. ഇന്നെ ചെയ്യ്, ചിലപ്പോൾ ശാസിക്കേണ്ടി വരും. ഇന്നെ ചെയ്തിട്ട് വന്നാൽ മതി. അതായിരിക്കും ആ ശാസന കേൾക്കുന്നവർ ചികിത്സയ്ക്ക് ഫലം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറ്റിക്കാറുണ്ട്. പിന്നെ ഒരാൾക്ക് ഒരു ആഗ്രഹം, ഒരു കാര്യം, പക്ഷെ അയാൾക്ക് ചേരുന്നതല്ല. അപ്പോൾ അയാൾ ആ വഴിയെക്കുറിച്ച് നടക്കാൻ പറയും. നടന്നു കഴിയുമ്പോൾ മനസ്സിലാൻ പറ്റില്ല എന്ന്. പക്ഷെ നടക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കും, ഇൻറ്റൻസായിട്ട് നടക്കാൻ. പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ പറ്റിക്കും. പറ്റിക്കുന്നതൊക്കെ നന്മയ്ക്ക് വേണ്ടി, ആർക്കും ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പറ്റിയിരുന്നും നമുക്ക് പറ്റുന്നതുമല്ല. കാരണം ആരെ പറ്റിച്ചാലും നമ്മൾ വേറെ ആരെയല്ല പറ്റിക്കണം, നമ്മളെ തന്നെയാണ് അല്ലേ. ആരെ പറ്റിച്ചാലും നമ്മൾ പറ്റിക്കുന്ന ഈശ്വരനെയാണ്. പിന്നെ നമ്മൾ ആരെ പറ്റിക്കും? ആരെങ്കിലും പറ്റിക്കാൻ പറ്റുമോ? ആരെങ്കിലും വഞ്ചിച്ചാൽ നമുക്കാണ് ആ വഞ്ചന തിരിച്ച് നമ്മളിലേക്ക്, നമ്മുടെ കർമ്മഫലമായിട്ട് മാറുന്നുണ്ടെന്ന് തിരിച്ചിട്ടുള്ളവൻ ആരെങ്കിലും വഞ്ചിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ വഞ്ചിച്ചാലും നമ്മൾ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് തന്നെ നമുക്കത് സാധിക്കുന്നില്ല, പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറ്റിക്കാറുണ്ട്. ഇങ്ങനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് തനിക്ക് ധാരാളം അനുഭവം ഉണ്ടല്ലോ. ഒത്തിരി പറ്റിക്കും. അടുത്ത് വരുന്നവർക്കെല്ലാം അറിയാം പറ്റിക്കും. അത് മനസ്സിലാവുകയില്ല. പറ്റിക്കപ്പെട്ട് റിസൾട്ട് ഉണ്ടായിക്കഴിയുമ്പോൾ എന്നെ പറ്റിച്ചല്ലേ, ആയിക്കോട്ടെ പറ്റിച്ചാ, അങ്ങനെയൊക്കെ പറ്റിക്കാറുണ്ട്. അല്ലേ കാര്യം നടത്താൻ പറ്റില്ല. ഇന്നത്തെ ഇന്റർവ്യൂ സെഷൻ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സജഷൻസും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഗുരുവുമായി പങ്കിടുവാനുണ്ടെങ്കിൽ അവയും പറയുക. അവ അടുത്ത വീഡിയോകളിൽ പരിഗണിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.